പോഷകാഹാരക്കുറവ് മൂലം അട്ടപ്പാടിയിൽ കുട്ടികൾ മരിക്കുന്നത് ആവർത്തിക്കുകയാണ്. അട്ടപ്പാടി അണക്കാട് ഊരിലെ ജഡയൻ വളർമതി ദമ്പതികളുടെ 5 മാസം പ്രായമുള്ള കുഞ്ഞാണ് ഇന്ന് മരിച്ചത്. തലച്ചോറിന് വളർച്ചയില്ലാത്ത കുട്ടിക്ക് 1 കിലോ 20 ഗ്രാം തൂക്കം മാത്രമാണുണ്ടായിരുന്നത്. ഇതിനിടെ അട്ടപ്പാടി പാക്കേജ് പ്രഖ്യാപിച്ച ശേഷവും ശിശുമരണം തുടരുന്ന സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് മന്ത്രിതല ഉപസമിതി അട്ടപ്പാടിയിലെത്തി. ആരോഗ്യമന്ത്രി വി.എസ്. ശിവകുമാർ, സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി എം.കെ. മുനീർ, പട്ടികവർഗ വകുപ്പ് മന്ത്രി പി.കെ. ജയലക്ഷ്മി എന്നിവരാണ് അട്ടപ്പാടി സന്ദർശിക്കുന്നത്. ഉദ്യോഗസ്ഥരുമായും വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളുമായും സംഘം ചർച്ച നടത്തിവരികയാണ്. ഇതിനുശേഷം ഉദ്യോഗസ്ഥരോടൊത്ത് ഊരുകൾ സന്ദർശിക്കും. അതേസമയം അട്ടപ്പാടിയിലെ ശിശുമരണം തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എം.ബി. രാജേഷ് എം.പി അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങി. സിപിഐയും സിപിഎമ്മും വെവ്വേറെ സമരം നടത്തുന്നത് അട്ടപ്പാടി പ്രശ്നത്തിന്റെ ഗൗരവം കണക്കിലെടുത്താണെന്നും ഇടതുമുന്നണിയിൽ എല്ലാ പാർട്ടിക്കും സ്വന്തമായി സമരം ചെയ്യാൻ അവകാശമുണ്ടെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ.കെ. ബാലൻ പറഞ്ഞു. അതേസമയം എൽ.ഡി.എഫിൽ ആലോചിക്കാതെ സിപിഎം സമരം പ്രഖ്യാപിച്ചതിനാൽ ഇന്നലെ മുതൽ സിപിഐ അനിശ്ചിതകാല സമരം തുടങ്ങിയിരുന്നു. മീഡിയ 1 പാലക്കാട്.